أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله رب العالمين നമ്മളെ സൂറത്ത് റൂമിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ ആയത്തിലാണ് നമ്മൾ നിന്നത്. മരിച്ചവരെ നമുക്ക് കേൾപ്പിക്കാനാവില്ല, ബധിരന്മാർ പിന്നോക്കം തിരിഞ്ഞു പോയാൽ അവരെ വിളി കേൾപ്പിക്കാനും നിനക്കാവില്ല. അതായത് അത് ശരിക്കും നേരിട്ടുള്ളതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അതായത് എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണും കാതും ഒക്കെ കൊട്ടി അടച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരെ നമുക്ക് ഒരിക്കലും അവരെ വിളിച്ചിരുത്തി അവരെ ചെവിയിൽ നിന്ന് കൈയെടുപ്പിച്ച് നമുക്ക് കേൾപ്പിക്കാൻ പറ്റൂല. അത് അവർ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ്. അവർക്ക് സ്വയം ഉത്ബോധം ഉണ്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ്. അതൊരിക്കലും ഒരു സത്യവിശ്വാസി അതിന്റെ പേരിൽ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് പറയാനുള്ളത് പറയാ, അതും ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അവർ കേട്ടാൽ അൽഹംദുലില്ലാ, അത് അവർക്ക് ഹൈറ്. അവർ കേട്ടിട്ടില്ലെങ്കിൽ അതും ഹൈറാണ്. കാരണം എന്താ, നമുക്ക് അതിനേക്കാൾ ഹൈറായ ഒരു വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാവും. ഓക്കെ, അന്ധത ബാധിച്ചവര് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ധത ബാധിച്ചവരുടെ അവര് മരിച്ചവരെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ബധിരന്മാരെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ധത ബാധിച്ചവരെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ 52-ാമത്തെ ആയത്ത് മുതൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാൽ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല തീർച്ച, ബധിരന്മാർ പിന്നോക്കം തിരിഞ്ഞു പോയാൽ അവരെ വിളി കേൾപ്പിക്കാനും നിനക്കാവില്ല. അന്ധത ബാധിച്ചവരെ അവരുടെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവരും എന്നിട്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമായിട്ടുള്ളവരെ അല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അള്ളാഹു. പിന്നെ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി. പിന്നെ അവൻ ശക്തിക്ക് ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവനത്ര സർവജ്ഞനും സർവശക്തനും. അന്ത്യസമയം നിലയിൽ വരുന്ന ദിവസം കുറ്റവാളികൾ സത്യം ചെയ്തു പറയും, തങ്ങൾ ഇഹലോകത്ത് ഒരു നാഴിക നേരമല്ലാതെ കഴിച്ചു കൂട്ടിയിട്ടില്ലെന്ന്. അപ്രകാരം തന്നെയായിരുന്നു അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വൈകുന്നേരം ഒരു കുറച്ച് നേരം, ഒരു നാഴിക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂറിന്റെ ഒരു ചെറിയ സമയമാണ് നാഴിക എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ആ നാഴിക നേരെ ഞാൻ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ എന്നേ അവർക്ക് തോന്നുള്ളൂ എന്നാണ്. നാളെ പരലോകത്ത് വിളിച്ചു കൂട്ടും, ഇനി ആരാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക എന്നാണ്. അപ്പൊ അത്രയും ഒരു കുറച്ചു നേരം ഉറങ്ങിയതുപോലെ നമുക്ക് നമ്മുടെ ഖബറിൽ കിടന്നതിനെ കുറിച്ച് ചിന്ത വരുള്ളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന നമ്മുടെ റസൂല് പോലും ഇന്നും ഖബറിലാണ് അല്ലെ. പക്ഷെ നാളെ പരലോകത്ത് എത്തിച്ചേരുമ്പം എല്ലാവരും പറയലെന്താ, കുറച്ച് നേരം ഞാൻ കിടന്നിട്ടുള്ളൂ എന്നുള്ളതായിരിക്കും അവന് പറയാന്ന്. കാരണം അത് സൂറത്തുൽ ഖൗഫില് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുന്നേൽപ്പിച്ച ആ പിന്നെ ആ യുവാക്കളായ ആളുകളെ കുറിച്ച് പറയുന്നില്ലേ, അതുപോലെയായിരിക്കും നമ്മളും പറയുന്നത്. നമ്മൾ ഉറങ്ങിയതായിട്ടേ നമുക്ക് തോന്നുള്ളൂ, ഉറങ്ങി എഴുന്നേറ്റതുപോലെ നമുക്ക് ഫീൽ ആവുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ ആരെക്കുറിച്ചും, അതായത് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ ഒന്നും നമുക്കൊരു വേവലാതി, ഒരു പ്രയാസം ഒന്നും ഉണ്ടാവില്ല. ആരുടെയും കാര്യം നമ്മൾ ചിന്തിക്കുകയില്ല. നമ്മള് യാ നഫ്സി, എന്റെ തടി, എന്നെ കുറിച്ച് മാത്രമേ എനിക്ക് ചിന്ത ഉണ്ടാവുള്ളൂ. ഒരു ശബ്ദത്തിന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ നയിക്കപ്പെടുമെന്നാണ്. ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കും, ആ ശബ്ദത്തിന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ എല്ലാവരും ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചെല്ലും എന്നുള്ളതാണ്. ഓക്കെ, വിജ്ഞാനവും വിശ്വാസവും നൽകപ്പെട്ടവർ ഇപ്രകാരം പറയുന്നതാണ്, അള്ളാഹുവിന്റെ രേഖയിലുള്ള പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നിങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നില്ല. അതായത് അതായത് സത്യവിശ്വാസികൾക്ക് അവര് പറയും എന്ത്, അള്ളാഹു കൽപ്പിച്ച അത്രയും കാലം നമ്മൾ ഉറങ്ങുകയായിരുന്നു, നമ്മൾ ഖബറിലായിരുന്നു എന്നുള്ളത് വിളിച്ചു പറയുന്നതാണ്.
പക്ഷെ അത് പിന്നെ അവിശ്വാസികൾക്ക് അത് മനസ്സിലാവുകയില്ല എന്നാണ്. എന്നാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് അന്നത്തെ ദിവസം അവരുടെ ഒഴിവ് കഴിവ് പ്രയോജനപ്പെടുകയില്ല. അവർ പശ്ചാത്തപിക്കാൻ അനുശാസിക്കപ്പെടുന്നതുമല്ല. അവിടെ എന്താണ്? അവിടെ പശ്ചാത്താപമൊന്നുമില്ല. അവിടെ എന്താണ്? അവര് ചെയ്ത പ്രവർത്തികൾക്ക് ഒരു ഒഴിവ് കഴിവും കൊടുക്കൂല എന്നാണ്. മനുഷ്യർക്ക് വേണ്ടി ഈ ഖുർആനിൽ എല്ലാവിധ ഉപമയും നാം വിവരിച്ചിട്ടുണ്ട്. നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നാൽ അവിശ്വാസികൾ പറയും നിങ്ങൾ അസത്യവാദികൾ മാത്രമാണെന്ന്. കാര്യം മനസ്സിലാക്കാത്തവരുടെ ഹൃദയങ്ങളിൽ അപ്രകാരം അള്ളാഹു മുദ്രവെക്കുന്നു. ആകയാൽ നീ ക്ഷമിക്കുക, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. അതായത് സത്യം അറിയാത്തവര്, സത്യം മനസ്സിലാക്കാത്തവര്, അവര് നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെന്ത് ചെയ്യുക? നമ്മള് വിട്ടുകളയുക എന്നുള്ളതാണ്. ഓക്കെ, അതില് അവരോട് തർക്കിക്കാനോ അവരോട് അത് അതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചു കൊടുക്കാനോ ഒന്നും പോകണ്ടയില്ല. അതൊന്നും അവര് കേൾക്കുകയില്ല. ബധിരന്മാരും അന്ധന്മാരുമാണ് അവര്. അവർക്കൊരിക്കലും അത് കേൾപ്പിക്കപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ നമ്മള് പ്രയാസത്തിലായിട്ട് കാര്യമില്ല എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ലുക്മാൻ സൂറത്ത്. ഓക്കെ, ലുക്മാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഒരു നബിയെ പ്രവാചകനെ കുറിച്ച് പറയുന്ന സൂറത്താണ്. ഓക്കെ, മക്കയിലാണ് അവതരിച്ചത്. 34 ആയത്തുകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതിൽ 2-3 ആയത്തുകൾ മദീനയിലാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അല്ലാഹു അലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തത്വസമ്പൂർണമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണത്രയവ. സദ്വൃത്തർക്ക് മാർഗദർശനവും കാരുണ്യമത്രയത്. നമസ്കാരം മുറപ്രകാരം നിർവഹിക്കും, സകാത്ത് നൽകിയും പരലോകത്തിൽ അദൃഢവിശ്വാസമുള്ളവരായിരിക്കുകയും ചെയ്യുന്നവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള മാർഗദർശനം അനുസരിച്ച് നിലകൊള്ളുന്നവരത്രേ അവർ തന്നെയാണ് വിജയികൾ. യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാർക്ക് അപമാനകരമായ ശിക്ഷയാണുള്ളത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയകളിൽ വരുന്ന വിനോദ വാർത്തകളും അതിനെക്കുറിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യരും ഒക്കെ അവർക്ക് അപമാനകരമായ ശിക്ഷയാണുള്ളത് എന്നാണ്. അത്തരം ഒരാൾക്ക് നമ്മുടെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ്. അവനത് കേട്ടിട്ടില്ലാത്ത പോലെ, അവന്റെ ഇരുകാതുകളിലും അടപ്പുള്ളത് പോലെ. ആകയാൽ നീ അവന് വേദനയേറെ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കുള്ളതാണ് സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകൾ. അവർ അതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹുവിന്റെ സത്യവാഗ്ദാനം അത്രേ അത്. അവനാകുന്നു പ്രതാപിയും യുക്തിമാനും. നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാത്തരം ജന്തുക്കളെയും അവൻ അതിൽ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആകാശത്ത് നിന്ന് നാം വെള്ളം ചൊരിയുകയും എന്നിന്റെ വിശിഷ്ടമായ എല്ലാ സസ്യജോഡികളെയും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്നു. എന്നാൽ അവന് പുറമെയുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അല്ല, അക്രമകാരികൾ വ്യക്തമായ വഴികേടിലാകുന്നു. ലുക്മാന് തത്വജ്ഞാനം നൽകുകയുണ്ടായി. നീ അള്ളാഹുവോട് നന്ദി കാണിക്കുക. ആർ നന്ദി കാണിച്ചാലും അതിന്റെ ഗുണത്തിനായി തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു എന്ന് അദ്ദേഹത്തോട് നാം അനുശാസിച്ചു. ലുക്മാൻ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം പ്രവാചകനാണെന്നും പറയുന്നുണ്ട്, അല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്ത് തന്നെയായാലും അദ്ദേഹം ഒരു അറിവുള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിജ്ഞാനം നൽകിയിട്ടുണ്ടെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം നൽകി എന്ന് പറഞ്ഞാല് അയാള് പണ്ഡിതനായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ദൈവനിഷേധമാണോ ചെയ്തത് ആ പാണ്ഡിത്യം ലഭിച്ചുകൊണ്ട്, അതോ അദ്ദേഹം ദൈവത്തിനെ സ്തുതിക്കുകയാണോ ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലുക്മാൻ തന്റെ മകന് സദുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ നിനക്ക് കിട്ടിയ വിജ്ഞാനം എന്തായി? നീ നന്ദി കാണിക്കുകയാണെങ്കിൽ അത് നിനക്ക് വേണ്ടി തന്നെ, സോറി, നീ നന്ദി കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണത്തിനായി തന്നെയാണ്. നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ നിന്നോട് തന്നെയാണ് നന്ദി കാണിച്ചത്. കാരണം അള്ളാഹ്ക്ക് ആ നന്ദികേട് ആവശ്യമില്ല. അള്ളാഹ് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്?
ഗനിയാണ്, അതുപോലെ തന്നെ ഹമീദാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ നന്ദി കേട് ആര് കാണിച്ചാലും അതൊന്നും അള്ളാഹുവിനെ ഏൽക്കൂല. കാരണം എന്താണ്? അള്ളാഹു നിറഞ്ഞു നിൽക്കുന്നവനാണ്. അവനിലേക്ക് ഒരു തിന്മയും ഇനി കയറി ചെല്ലൂല. അള്ളാഹ്ക്ക് അള്ളാന്റെ ഉള്ളില് നിറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹ് നിറഞ്ഞു നിൽക്കുന്നവനാണ്. ഹനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ റഹ്മത്ത് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കല, അള്ളാഹുവേ നീ ഹനിയല്ലേ, നീ എനിക്ക് നൽകിക്കൂടെ എന്നാണ് ചോദിക്കല്. അതെന്താ? അള്ളാഹ് ഹനിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയിന്നെടുത്തിട്ട് കുറച്ച് നമുക്ക് തന്നെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്താലും, ഈ ലോകത്തിലുള്ള മുഴുവൻ സകല ചരാചരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും 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 എത്ര തന്നെ കൊടുത്താലും അള്ളാന്റെ ഖനി എന്നുള്ള സ്ഥാനത്തില് ഒന്നും കുറവ് വരൂല. നമ്മള് പിന്നെ അള്ളാന്റെ നെയിംസ് പഠിക്കുന്നുണ്ട് അല്ലെ? പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിന്ന് ഒന്നും അള്ളാഹ്ക്ക് കുറവ് വരൂല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കഴിവിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തെങ്കിലും നന്ദികേട് കാണിച്ചാലും അത് അവനവന് ചെയ്ത തിന്മ മാത്രമായിട്ട് അത് അവസാനിക്കും എന്നുള്ളതാണ്. അപ്പൊ ലുക്മാൻ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അത് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിനുശേഷം ലുക്മാൻ അലൈഹി ഇസ്ലാം തന്റെ മകനോട് പറയുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കാണിക്കുന്നത്. അതെന്തിനാണ്? ലുക്മാൻ അലൈഹി ഇസ്ലാം നന്ദിയാണോ കാണിച്ചത്, നന്ദികേടാണോ കാണിച്ചതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. എന്റെ കുഞ്ഞുമകനെ, ലുക്മാൻ അലൈഹി ഇസ്ലാം കുഞ്ഞിനോട്, സ്വന്തം മകനോട് പറയാണ്, എന്റെ കുഞ്ഞുമകനെ നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാവുന്നു. നമ്മൾ ആദ്യം ഒരാൾക്ക് വിശ്വാസിയായി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിന് പങ്കു ചേർക്കാൻ പാടില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഒരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ ആ മെസ്സേജിൽ പറയുന്നത് എന്താണ്? ആ ഒരു മെസ്സേജിൽ ഒരാൾ പറഞ്ഞത് എന്താണ്? അയാൾ പ്രവചിക്കുന്ന മേലെയാണ് പറഞ്ഞത്. പക്ഷെ ആ പ്രവചനമായിരുന്നോ ശരിക്കത്? അല്ല. അള്ളാഹു അവന്റെ ഗൈബിയായ കാര്യത്തിൽ നിന്ന് അവന്റെ പ്രവാചകന് കൊടുത്ത വഹി ആ പ്രവാചകൻ നമ്മളെ അറിയിച്ചു തന്നു 1400 വർഷം മുമ്പ്. ആ കിട്ടിയ അറിവ് വെച്ചിട്ട് ഒരാള് സംസാരിക്കുകയാണ്. അപ്പം നമ്മൾ ആ പറഞ്ഞ ആളെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? അതോ ആരാണോ നമുക്ക് ആ അറിവ് എത്തിച്ചു തന്നത് അവനെയാണോ സ്തുതിക്കേണ്ടത്? അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കല്ലേ വേണ്ടത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ഞങ്ങൾക്ക് അത് അറിവെത്തിച്ചു തന്നുകൊണ്ടാണ് നമുക്ക് ഇന്ന് സമാധാനം കിട്ടുന്നത് അല്ലെ? നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വരുമ്പോഴും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ പ്രയാസം നടക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ സമാധാനം വരുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചേ മതിയാവും. അതിന്റെ പേരിൽ ഞാൻ എത്ര തന്നെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും അതെന്റെ പിന്നാലെ തന്നെ വരും. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഓടി ഒളിക്കുന്നു? ഞാൻ ഇന്ന് ഓടി ഒളിച്ചാൽ എന്റെ മക്കൾക്ക് അതെന്തായാലും അത് വരും. അള്ളാഹ് നിശ്ചയിച്ചൊരു കാര്യമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി. അത് നോക്കി വായിച്ച ഒരാള് ഒരു കാര്യം പറയുമ്പം നമ്മൾ അയാളെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? അതോ ആ പറഞ്ഞു തന്ന റബ്ബിനെയും അവന്റെ റസൂലിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ആ പറഞ്ഞ ആളിലുള്ള നമ്മളെ അയാളോടുള്ള വിധേയത്വം നമ്മൾ കൂട്ടുകയാണോ ചെയ്യേണ്ടത്? ഇവിടെയാണ് ഒരു സത്യവിശ്വാസിയും കപടവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. കപടവിശ്വാസികളാണ് എന്ത്? ഭൂമിയിലുള്ള മനുഷ്യർ വഴി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഒരു സത്യവിശ്വാസി എപ്പോഴും എന്താണ്? അള്ളാഹും അവന്റെ റസൂലും, അതിലപ്പുറത്തേക്ക് അവന്റെ മനസ്സിൽ മറ്റൊന്നിനോടും ചായ്വുണ്ടാവില്ല. മറ്റൊന്നിനോടും അവൻക്ക് ചായ്വുണ്ടാവില്ല. എല്ലാവരും പറഞ്ഞത് നമ്മൾ കേൾക്കും, നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുക്കും. പക്ഷെ ഒരിക്കലും അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതിന്റെ മുകളിലായിക്കൊണ്ട് ഒരാളെയും നമ്മൾ വെക്കൂല. ഒരാൾക്കും നമ്മൾ സ്ഥാനം കൊടുക്കൂല. കൊടുക്കേണ്ട ആവശ്യമില്ല ദുനിയാവില്. അപ്പം ഇത് സത്യപ്പെടുത്തി നമ്മൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് എന്തോന്ന് ഒരു സത്യവിശ്വാസിയാവുന്നത്. അല്ലാത്തവൻ എന്താ? കപടവിശ്വാസിയാണ്. അവന്റെ കാപട്യമാണ് കാണുന്നത്. കാരണം അവന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത റസൂല് നമുക്ക് നേതാവാണ്. ആ റസൂല് പഠിപ്പിച്ച ആ റസൂലിലേക്ക് നമ്മളൊരു കാര്യത്തെ മടക്കാതെ അത് ഇന്നാള് പറഞ്ഞു അന്നാള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുകളിൽ നമ്മൾ അത് ഏൽപ്പിക്കുമ്പം അതോട് കൂടിയിട്ട് എന്താണ്? ഇസ്ലാമിന്റെ ആ ഒരു ചട്ടക്കൂട് നമ്മൾ പൊളിക്കുകയാണ്. നമ്മള് ജനങ്ങളിലേക്ക് നമ്മൾ എന്താക്കാണ്? നമ്മൾ അതിനെ സ്പ്രെഡ് ചെയ്യാണ്. ശരിക്കും ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടല്ല ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ത് പറഞ്ഞു, അവന്റെ റസൂൽ എന്ത് പറഞ്ഞു, ഇത് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? അതിനെ നമ്മൾ സത്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ന ആള് അത് പറഞ്ഞു, അത് അയാൾ സത്യപ്പെടുത്തി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇതാ ഞാൻ സത്യപ്പെടുത്തി പറയുന്നു.
അത് നമുക്ക് അറിയിച്ചു തന്നു. അതിന് അൽഹംദുലില്ലാ, അയാള് ആ അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് എത്തിച്ചു കൊടുത്തതിന് അൽഹംദുലില്ലാ. പക്ഷെ ഒരിക്കലും അയാളെ വലുതാക്കിയിട്ട് നമ്മള് മെസ്സേജുകളിലോ അതിലൊന്നും നമ്മൾ പാസ് ചെയ്യാൻ പാടില്ല. റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം സത്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ക്യാപ്ഷൻ ഇടുമായിരുന്നെങ്കിൽ അത് അത് സത്യമാകുമായിരുന്നു. പക്ഷെ ഇപ്പം അതെന്തായി? അതൊരു ഒരു ഒരു ഒരാള് അയാളെ തന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് അയാൾ കാണിച്ച ഒരു ഒരു കാപട്യമായിട്ട് അത് മാറി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ലുക്മാൻ അലൈഹി ഇസ്ലാം ആദ്യം പറഞ്ഞു കൊടുത്തത് കുഞ്ഞിനോട്. എന്താണ്? നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ്. ഈ കണ്ടതൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന ഈ മെസ്സേജുകളും ഈ പാസ് ചെയ്യലും ഒക്കെ എന്താണ്? അള്ളാഹുവിന് പങ്കു ചേർക്കലാണ്, അവന്റെ റസൂലിന് പങ്കു ചേർത്തതാണ്. ഓക്കെ, തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു. അതാണ് ഷിർക്കിൽ പെട്ടുപോയി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എത്ര വലിയ ഉസ്താദുമാരായാലും എത്ര വലിയ ആളുകളായാലും അള്ളാഹും റസൂലും പറഞ്ഞത് അതുപോലെ പറയുക എന്നുള്ളതല്ലാതെ അവനവനിലേക്ക് അത് ചേർത്തിയാല് അതെന്താണ്? അത് ഷിർക്കാണ്. അതാണ് ഷിർക്ക്. അതാണ് അത് ചെയ്യരുത് എന്നാണ് ലുക്മാൻ അലൈഹി ഇസ്ലാം ആദ്യം തന്റെ മകനെ പഠിപ്പിച്ചത്. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും പറയും ഷിർക്ക് എന്ന് പറയുന്നത് അത് പിന്നെ നമ്മളാരും അള്ളാനെയും റസൂലിനെയും ഒന്നും പങ്കു ചേർക്കുന്നില്ലല്ലോ എന്ന് പറയും. എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അള്ളാനെയും റസൂലിനൊന്നും പങ്കു ചേർത്തില്ല, ഞങ്ങൾ അള്ളാഹുവിനെ റസൂലിന്റെ ചര്യ പിൻപറ്റി നടക്കുന്നവരാണ് എന്നാ പറയാ. പക്ഷെ അവർ ചെയ്യുന്ന ദുൽമ് ഇതാണ്. ഈ ദുൽമാണ് എന്ത്? ഒരു സത്യവിശ്വാസി എപ്പോഴും എതിർക്കുന്നത്. ഓക്കെ, ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അവന്റെ മനസ്സിൽ ഒരു പ്രയാസം വരും അത് കാണുമ്പം. ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ മനസ്സിൽ അത് പ്രയാസപ്പെടുത്തും. കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞൊരു കാര്യം അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? അതല്ല സത്യപ്പെടുത്തല്. എന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയുമ്പം റസൂല് പറഞ്ഞു എന്നല്ലേ ഞാൻ പറയേണ്ടത്? അല്ലാതെ ഞാനത് ഞാൻ പറയുന്നു ഇന്ന കൊല്ലം ഇന്നത് സംഭവിക്കുന്നു ഞാനിതാ പറയുന്നു എന്ന് ഞാൻ പറയുമ്പം അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞു എനിക്ക് വഹി വന്ന മാതിരിയല്ലേ പറഞ്ഞത്? എനിക്ക് വഹിയൊന്നും വന്നിട്ടില്ല. എന്റെ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വഹി നമ്മൾ കേട്ടു, മനസ്സിലാക്കി, നമ്മൾ പഠിച്ചു. അത് നമ്മൾ മറ്റുള്ള ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിനും അവന്റെ റസൂലിനും വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ഇപ്പൊ രാവിലത്തെ ഈ തഫ്സീർ ക്ലാസ് ആണെങ്കിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അവന്റെ റസൂല് നമ്മൾ പഠിപ്പിച്ചതും അത് സത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അതിനെ നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുത്താനും നമ്മൾ അതനുസരിച്ച് ജീവിക്കാനും വേണ്ടിയിട്ട്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു സദസ്സാണിത്. ഒരിക്കലും ഇന്നെ വലുതാക്കി വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടീക്കുവിനെ വലുതാക്കി വെക്കാനൊന്നും ഇരിക്കുന്ന ഒരു ക്ലാസ് അല്ലത്. ഇത് അള്ളാഹു അവന്റെ റസൂൽ എന്ത് പറഞ്ഞു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ക്ലാസ്സാണ്. ബാക്കിയൊക്കെ എന്താണ്? സബബുകളാണ്. ഞാനല്ലെങ്കിൽ വേറൊരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കും, എന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അത് എത്തിച്ചു തന്നു എന്ന് പറയുന്നത് നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച കാരുണ്യത്തിൽപ്പെട്ടതാണ്, അള്ളാന്റെ റഹ്മത്തിൽപ്പെട്ടതാണത്. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാ പറയുകയും ഈ പറഞ്ഞതിൽ നമ്മൾ അള്ളാഹു എന്റെ റസൂൽ എന്താണ് പഠിപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗഫീക്കിന് ചോദിക്കുകയും നമ്മൾ മൂവ് ഓൺ ചെയ്യുകയും ചെയ്യുക. അല്ലാതെ ഞാനും ഇതിന്റെ ഇടയിൽ നിന്ന ആളുകളും ഇതൊക്കെ എന്താണ്? സബബുകൾ മാത്രമാണ്. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ അടുത്തേക്ക് ഞങ്ങളും മടങ്ങുന്നവരാണ്. ഞങ്ങളും റബ്ബിന്റെ മുമ്പിൽ തന്നെ പോയി നിൽക്കണം. ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ ഞങ്ങൾ പറയണം, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നിങ്ങൾ പറയണം. എല്ലാവരും അവരവരുടെ കർമ്മങ്ങളുമായിട്ടാണ് പോയി നിൽക്കുന്നത്. അപ്പൊ ആ കർമ്മത്തില് ഒരു കർമ്മമായിട്ട് എനിക്ക് ഇത് എന്റെ റബ്ബിനോട് പറയണം, അള്ളാഹു നിന്നെ ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സദസ്സിൽ ഞാൻ സത്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കേട്ടില്ലേ? നിന്റെ നിന്റെ മലക്കുകൾ അത് സാക്ഷിയായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഇതൊരാളെ കാണിക്കാനോ ഒരു കേൾപ്പിക്കാനോ ഒന്നുമല്ല. അള്ളാഹ് അവന്റെ മലക്കുകൾ ഇത് കേൾക്കണം, ഇത് കാണണം, അത് രേഖപ്പെടുത്തണം. എന്റെ കിതാബില് വലതുഭാഗത്ത് ഇത് എഴുതി രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ നെയ്യത്തും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് രേഖപ്പെടുത്തണം. ഈ ഇരുത്തവും ഈ പ്രവർത്തനങ്ങളും ഈ സമയവും ഒക്കെ അള്ളാഹ് തൃപ്തിപ്പെട്ട് നിങ്ങളെ സ്വീകരിക്കണം. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ഇതെങ്കിലും ഒരു സബബായിട്ട് നമുക്ക് നാളെ വിചാരണ ലഘുവാക്കി കിട്ടണം, അള്ളാന്റെ മുമ്പിൽ ലഘുവാക്കി കിട്ടണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് നമ്മൾ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരിക്കുന്നത്. അപ്പം ലുക്മാൻ അലൈഹി ഇസ്ലാം തന്റെ മകന് കൊടുത്ത ആദ്യത്തെ ഉപദേശം അതായിരുന്നു. എന്ത്? നീ ശിർക്ക് ചെയ്യരുത്, നീ തൗഹീദ് വിട്ടുപോകരുത്. നിനക്ക് അള്ളാഹുലുള്ള വിശ്വാസത്തിൽ ഒന്നും
ഒന്നും പങ്കു ചേർക്കാൻ പാടില്ല. ഏറ്റവും ആദ്യം പങ്കു ചേർക്കൽ നമ്മൾ ആരെയാണ്? നമ്മളെ മാതാപിതാക്കളെയാണ്, അല്ലെ? നമ്മളെപ്പോഴും ഷിർക്കിന്റെ തുടക്കം എവിടെയെന്നറിയോ? നമ്മളെ മാതാപിതാക്കൾ നമുക്ക് പല കാര്യങ്ങളും നല്ലത് ചെയ്തു തന്നിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ മാതാപിതാക്കളെ ഉയർത്തി ഉയർത്തി വെക്കും. ഉയർത്തി ഉയർത്തി വെക്കുന്നവരാണ് നമ്മളെ കുടുംബത്തിലും നമ്മളെ കൂട്ടത്തിലൊക്കെ ഉള്ളത്, അല്ലെ? ഞാൻ ഇന്ന തറവാട്ടിലാണ്, ഞാൻ ഇന്ന കുടുംബത്തിലാണ്, ഇന്നാളെ മകനാണ് ഞാൻ, ഇന്നാളെ മകളാണ് ഞാൻ എന്ന് പറയാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ഈ കൂട്ടത്തിൽ ആരുമില്ല, അല്ലെ? അത് നമ്മുടെ കുടുംബത്തിന്റെ തറവാടിനെ നമ്മൾ ഉയർത്തി വെക്കുന്ന ഒരു കാര്യമാണ്. അതുപോലും എന്താവും? നമ്മൾ ഷിർക്കിലേക്ക് പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഈ അഭിമാനം കൊള്ളുന്ന കാര്യങ്ങളും ഞാൻ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു എന്ന്. എന്തിനാണത്? അള്ളാഹുലുള്ള അതിനോട് ഒന്നിനെയും പങ്കുചേരാൻ പാടില്ല എന്നുള്ളതിനാണ് അത് ചെയ്തത്. അത് വേറൊന്നിനോടും നമുക്ക് പങ്കു ചേർക്കാൻ പാടില്ല, ഒന്നിനോടും. ഇതാണ് തൗഹീദിന്റെ ആദ്യത്തെ പാഠം, നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം. നമ്മുടെ നഫ്സിനെ പോലും നമ്മൾ അതിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഞാൻ ചെയ്തു എന്നുള്ള ഒരു അഭിമാനം കൊള്ളുന്നവര് എത്രയോ ആളുകളുണ്ട് നമുക്ക് കൂട്ടത്തിൽ തന്നെ. നമ്മളെ ചുറ്റുള്ളവർ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്തതിലെ ഒരു അഭിമാനം കൊള്ളും ഉള്ളിൽ. ഞാനിതൊക്കെ ചെയ്തു. അള്ളാഹ് നൽകിയ തൗഫീക്ക് മാത്രമാണ്. അള്ളാഹ് നൽകിയ ഒരു സമയത്തിന്റെ ആ ഒരു കഴിവ് കൊണ്ട് മാത്രം കിട്ടിയതാണത്, അല്ലാതെ അവനവന്റെ കഴിവൊന്നൊന്നുമല്ല. നിങ്ങളല്ലെങ്കിൽ വേറൊരാള് ഇത് ചെയ്യാൻ വേണ്ടിട്ട് അള്ളാഹ് ആക്കും. നമ്മളാക്കി എന്ന് പറയുന്നത് അത് നമുക്ക് നൽകിയ കാരുണ്യമാണ്, നമുക്ക് നൽകിയ റഹ്മത്താണത്. നമുക്ക് ആ ഒരു അമല് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി എന്നുള്ളതാണ്. അത് അള്ളാഹ് തൃപ്തിപ്പെട്ട് സ്വീകരിക്കണേ എന്നുള്ള നെയ്യത്താണ് നമുക്ക് വേണ്ടത്. റബ്ബന തഖബ്ബൽ മിന്ന എന്നുള്ള ആ നെയ്യത്ത് വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് ഷിർക്കായി മാറി. റബ്ബന തഖബ്ബൽ മിന്ന എന്നുള്ള ആ ഒരു നെയ്യത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ തന്നെ അത് ഷിർക്കായി. നമ്മളെ അഭിമാനം കൊള്ളിക്കലായി. നമ്മളെ ഭയങ്കര കഴിവുള്ളവരാണെന്ന് നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്കോ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് നമുക്ക് അടി കിട്ടുന്നത്. നമുക്ക് ഇടക്കിടക്ക് അടി കിട്ടുന്നത് കണ്ടിട്ടില്ലേ? നമ്മളറിയാതെ തന്നെ അവിടെയും ഇവിടെയും ചെന്നിട്ടൊക്കെ നമുക്ക് അപമാനം കിട്ടലും നമ്മളെ കഴിവ് കെട്ടവരായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അത് അഭിമാനം കൊള്ളുന്ന ആളുകൾക്ക് കിട്ടുന്ന അടിയാണ്. അത് അള്ളാഹ് തരുന്നതാണ്, സത്യവിശ്വാസിക്ക് കിട്ടുന്നതാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട്, അവനൊന്ന് താഴാൻ വേണ്ടിയിട്ട്, അവന്റെ മനസ്സ് ഒന്ന് കീഴ്പ്പെടാൻ വേണ്ടിയിട്ട്. അതോടുകൂടി അവനൊന്ന് ഒതുങ്ങും. പിന്നെ അവൻ അതേപോലെ അവന്റെ നഫ്സ് പിന്നെയും അതേപോലെ ഒന്ന് 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 ഉയരും. ആ സമയത്ത് വീണ്ടും ഒന്ന് കിട്ടും. അത് സത്യവിശ്വാസിക്ക് ഖൈറാണ്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ കിടക്കുന്ന ആ നഫ്സിന്റെ തിന്മ ഇടക്കിടക്ക് പുറത്തു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഉള്ളിൽ വരുന്ന ആ ഒരു തിന്മ പോലും എന്താണ്? ഷിർക്കിലേക്ക് പെടും. നമ്മുടെ നഫ്സ് കൊണ്ട് തന്നെ ഷിർക്ക് ചെയ്യുന്നവരായിട്ട് മാറരുത് എന്നുള്ളതിനാണ് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ചിലപ്പം നമുക്ക് അടി കിട്ടുന്നത്. അതിന് അൽഹംദുലില്ലാ എന്ന് പറയാട്ടോ. അപ്പൊ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അള്ളാഹ് തന്നെ എന്നോട് കാരുണ്യം കാണിച്ചതാണെന്ന് അതിന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കള് മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശത്തിൽപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് ഇത്. ആദ്യം കൊടുക്കേണ്ട ഒരു സത്യവിശ്വാസി തന്റെ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശത്തിൽ ആദ്യത്തെ ഉപദേശം കൂടിയാണ് എന്ത്? നിങ്ങൾ എന്ത് ചെയ്യണം? മക്കൾക്ക് തൗഹീദ് പഠിപ്പിക്കണം. തൗഹീദ് പഠിപ്പിച്ചിട്ടല്ലാതെ ബാക്കി എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. തൗഹീദ് എന്ന അടിത്തറയിലാണ് പിന്നെ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളും അതിന്റെ നമ്മളെ കർമ്മകാര്യങ്ങളും ഒക്കെ പഠിക്കുന്നത്. ആദ്യം തൗഹീദ് പഠിപ്പിക്കണം എന്നുള്ളതാണ് അള്ളാഹ് അവിടെ പഠിപ്പിച്ചത്. നമ്മൾ അത് പഠിപ്പിക്കണം. നമ്മൾ അതിന് പറ്റിയ ഇസ്ലാമിക സ്ഥലങ്ങളിൽ മക്കളെ അയക്കണം. അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അല്ലാതെ നിഫാസിന്റെ കുളിയും അതിന്റെ കുളിയും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളല്ല പഠിപ്പിക്കേണ്ടത്. തൗഹീദാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് എന്ത്? അവര് പഠിപ്പിക്കും, എല്ലാ കർമ്മശാസ്ത്രങ്ങളും പഠിപ്പിക്കും. അവന്റെ തൗഹീദ് മാത്രം ഉണ്ടാവില്ല, തൗഹീദ് ഉറച്ചിട്ടുണ്ടാവില്ല അവനിക്ക്, തൗഹീദ് ഉണ്ടാവില്ല അവനിക്ക്. അതുകൊണ്ട് തന്നെ ആ തൗഹീദ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് അവന് പല ഷിർക്കിൽക്കും പോകും. ഷിർക്കിൽപ്പെട്ട പല കാര്യങ്ങളും ചെയ്യും. ഒരാളടുത്ത് പോയി അവനവന്റെ വേവലാതികൾ പറഞ്ഞിട്ടും അവന് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യിപ്പിച്ചിട്ടും അവൻ അറിയുന്നില്ല അത് എന്താണ് ഈ ആഭിചാരങ്ങളും അതുപോലെ തന്നെ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നറുക്കുണ്ടാക്കുക, പിന്നെ എന്തൊക്കെയോ എഴുതി ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. ഒക്കെ ഈ ഉസ്താദുമാരെന്ന് പറയുന്ന അറബി അറിയുന്ന ആളുകളാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇവനക്ക് അറിയുന്നില്ല ഇതൊക്കെ ഷിർക്കാണെന്ന്. കാരണം എന്താ? അവന് തൗഹീദ് പഠിപ്പിച്ചിട്ടില്ല.
ഒരു ഉമ്മയും വാപ്പയും തൗഹീദ് പഠിപ്പിക്കാതെ കുറേ കർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിച്ചിട്ട് അതിന് ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടിനെ അത് പഠിപ്പിച്ച് വലുതാക്കിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ദേഷ്യം വരും. തൗഹീദ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പ അവനക്ക് ദേഷ്യം വരും. ഇതൊന്നും ചെയ്യാൻ പാടില്ല, അള്ളയും റസൂലും പറയാത്തതാണ്. പിന്നെ എന്റെ മാതാവ് ഉമ്മയും വാപ്പയും ചെയ്തതൊക്കെ പിന്നെ അപ്പൊ തെറ്റാണോ, അവരൊക്കെ അത് നരകത്തിലാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് അടി ഉണ്ടാക്കാൻ വരും. അതെന്താണ്? അത് തൗഹീദ് ഉറക്കാത്തതുകൊണ്ടാണ്. ആ തൗഹീദ് ആരെ കൊടുത്തില്ല? മാതാപിതാക്കളെ കൊടുക്കാത്തതുകൊണ്ടാണ്. ആർക്കാണ് നാളെ പരലോകത്തെ തെറ്റ് വരിക? ആ മാതാപിതാക്കളെ ചവിട്ടി നിന്നിട്ട് അവൻ പറയും, ഞാൻ നരകത്തിൽ ഞാൻ അവരെ ചവിട്ടി നിന്നുകൊണ്ട് നിൽക്കട്ടെ റബ്ബേ, കാരണം ഈ നരകത്തിന്റെ തീ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഉമ്മയും വാപ്പയും ചിലപ്പോൾ നല്ല ഇതിൽ നടന്നവരായിരിക്കും, പക്ഷെ അവര് പഠിപ്പിച്ചു കൊടുത്തത് ആകെ കർമ്മശാസ്ത്രം മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് തൗഹീദ് പഠിപ്പിക്കാതെ വിട്ടുപോയി മോനെ. അതിന്റെ ശിക്ഷ നാളെ പരലോകത്ത് വെച്ചിട്ടാണ് അവർ കാണുക. അപ്പൊ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാലും അവർക്ക് മടക്കുണ്ടാവില്ല. അപ്പൊ ഉമ്മയും വാപ്പയും നന്നായി എന്നതുകൊണ്ട് മക്കള് നന്നായിട്ടില്ലെങ്കിൽ, പഠിപ്പിച്ചു കൊടുത്തിട്ട് നന്നാവാത്തതാണെന്നുണ്ടെങ്കിൽ അത് വേറെ കഥ. പഠിപ്പിക്കാതെ വിട്ടതാണെന്നുണ്ടെങ്കിൽ അത് ഉമ്മാക്കും വാപ്പാക്കും തന്നെയാണ് ഇതിന്റെ ശിക്ഷ നാളെ കിട്ടുന്നത്. തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും കാണാം. അത് കൊലപാതകത്തിന് അക്രമമായിട്ട്, അതുപോലെ വ്യഭിചാരത്തിന് അക്രമമായിട്ട്, അതൊക്കെ വൻ പാപങ്ങളിൽപ്പെട്ട അതിലൊരു വൻ പാപമാണ് എന്ത്? അള്ളാഹുല് പങ്കു ചേർക്കുന്നത്. നമുക്ക് അതിനൊരു വലിപ്പമൊന്നും തോന്നൂല. കാരണം അതൊന്നും ഒരു എന്താ പറയാ, നമുക്ക് ചെയ്യുന്ന ഒരു കർമ്മമായിട്ട് നമുക്ക് മറ്റൊരാൾക്ക് കാണിക്കാനൊന്നും പറ്റില്ല. അത് ചിലപ്പോൾ നമ്മളെ നഫ്സ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അതെന്താണ്? അത് വലിയ അക്രമം തന്നെയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലുഖ്മാൻ അലൈഹി സ്വലാം മകനോട് പറയാണ്, മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത്. അവന്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ, എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് എന്തുകൊണ്ടാണ് ഈ അക്രമം എന്ന് പറയുന്നത്, അതിനെ വിശദീകരിക്കുകയാണ്. മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? നീ മാതാപിതാക്കളെ അനുസരിക്കണം. അതെന്താണ്? അവര് നിന്നെ ചുമന്നത്, ഗർഭം ചുമന്നത് അത്രയും ക്ഷീണത്തിന് മുകളിൽ ക്ഷീണമായിട്ടാണ് അവർ നിന്നെ ഗർഭം ചുമന്നത്. എന്നിട്ട് എന്നിട്ടും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? 2 വർഷം മുല കൊടുക്കുകയും ചെയ്തു. ആ മുല കൊടുക്കുന്നതൊക്കെ എന്താണ്? അവളുടെ ഉറക്കത്തെ കളഞ്ഞിട്ടും അവള് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ആ മുല കൊടുക്കുന്നത്. അവളുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷത്തിന്റെ ഇടയിലും അവള് കുഞ്ഞിനെ കെയർ ചെയ്യാണ്. അവളുടെ ഭർത്താവും ജീവിക്കുന്ന ജീവിതത്തിന് അതൊക്കെ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവളെ കുഞ്ഞിന് പാല് കൊടുക്കുന്നത്, അല്ലെ? അങ്ങനെ 2 വർഷമാണ് അവളെ കൊണ്ടടക്കുന്നത്. ഒരു നേരമല്ല അത് ചെയ്യുന്നത്. ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം കൊണ്ടടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാൾക്കും ഒരു പുരുഷന് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. പുരുഷന് ഒരു നേരം ഒരു കുഞ്ഞിനെ നോക്കുമ്പോത്തിന് അവനാ നോക്കിയത് വിളിച്ചു പറയും, അല്ലെ? കുഞ്ഞിനൊന്ന് കുളിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ചു പറയും, ഞാൻ ഇന്ന് കുട്ടീനെ കുളിപ്പിച്ചില്ല, അങ്ങനെ ആക്കിയില്ല, ഇങ്ങനെ ആക്കിയില്ല, നീ എന്താ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മളെ ചീത്ത പറയും, അല്ലെ? എന്നാല് നമ്മൾ ചെയ്ത ആ 2 വർഷം നമ്മൾ എപ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നമ്മളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും മറ്റൊരാളോട് അതിന്റെ പേരിൽ ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ട്? എന്റെ കുട്ടിക്ക് പാൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സമയം ഉറക്കമൊഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? നമ്മൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ടാവും. എന്നാലും കുഞ്ഞ് ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുമാറാതെ പാല് കുടിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. എന്നാലും രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നീറ്റ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഒരിക്കലെങ്കിലും എന്റെ കുട്ടിക്ക് രാത്രി മുഴുവൻ പാല് കൊടുത്തുകൊണ്ടിരില്ല, ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാറുണ്ട്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, ഒരു ഉമ്മ അവന്റെ കുഞ്ഞിനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാതാവിനോട് ഈ 2 വർഷം ഇങ്ങനെ കൊണ്ടു നടന്നു, 9 മാസം പാല് കൊടുത്തു, 9 മാസം ഗർഭം ധരിച്ചു, 2 വർഷം കൊണ്ടു നടന്നു, ഇത്രയും ചെയ്ത ഈ മാതാവിനോട് നീ നന്ദി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ഇത്രയും ലോകത്തിൽ ഭൂമിയിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി, കണ്ണിന് കണ്ണ്, കാതിന് കാത്, സംസാരിക്കാനുള്ള കഴിവ്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം, ഭംഗി, വെള്ളം, വസ്ത്രം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും നൽകിയത് ഇത് ഒരു ഉമ്മ ചെയ്ത 2-3 വർഷത്തെ ഒരു അവളുടെ പരിശ്രമമാണ്, അവളുടെ കാരുണ്യാണ്. അപ്പൊ അതിനേക്കാളും കാരുണ്യം, നമ്മളെ എത്ര വർഷമാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്? 63 70 വർഷം നമ്മൾ ജീവിക്കുന്ന അത്രയും വർഷം നമ്മളെ പൊന്നുപോലെ കൊണ്ടുനടന്ന റബ്ബിനോട് നമുക്ക് എത്ര വേണം? അപ്പൊ അതാണ് അള്ളാഹ് പറഞ്ഞത്, എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കും. അപ്പൊ നമ്മള് നമ്മുടെ ഉമ്മാനോടും വാപ്പാനോടും നന്ദി കാണിക്കുന്നവരാണ് നമ്മൾ മിക്കവാറും.
ആരും അങ്ങനെ ഉമ്മാവാപ്പമാരോട് നന്ദികേട് കാണിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ അറിയാതെ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു വായ്മൊഴി വന്നിട്ടുണ്ടെന്നല്ലാതെ അവരൊരിക്കലും ഒരു നന്ദികേട് മാതാപിതാക്കളോട് കാണിക്കാറില്ല. മിക്കവാറും ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഉമ്മ വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മനസ്സിലും അതിന് സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മാനും വാപ്പാനും തന്ന അല്ലാഹ്, ഓക്കെ, ആ കുടുംബത്തിന് നമ്മൾ ജനിപ്പിച്ച അല്ലാഹ്, ജീവിപ്പിക്കുന്ന അല്ലാഹ്, സംരക്ഷിക്കുന്ന അല്ലാഹ്, ചോദിച്ചൊക്കെ തരുന്ന അല്ലാഹ്, നല്ല രീതിയിൽ നമ്മളെ ദുനിയാവിൽ നടത്തിക്കുന്ന അല്ലാഹ്, എല്ലാ അനുഗ്രഹങ്ങളും നൽകി, ഇണയെ നൽകി, മക്കളെ നൽകി, എല്ലാ കാരുണ്യം നൽകി ജീവിപ്പിക്കുന്ന അല്ലാഹ്. ആ അള്ളഹാനോട് എത്ര നന്ദി നമ്മൾ കാണിക്കണം. അള്ളാഹ് നമ്മളോട് പറയാണ് നിന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കുമെന്ന്. ആ 3 വർഷം നോക്കിയ മാതാപിതാക്കളോടാണ് നന്ദി കാണിക്കൂ എന്ന് പറഞ്ഞത്. അപ്പം ഈ ആ അതൊക്കെ നൽകി അനുഗ്രഹിച്ച അള്ളഹാനോട് നമുക്ക് എത്ര നന്ദി വേണം. അള്ളാഹിനെ നമ്മൾ എത്ര നന്ദിയോട് കൂടിയിട്ട് ചിന്തിക്കണം. നമ്മള് എത്രത്തോളം നമുക്ക് ആ റബ്ബിനോടുള്ള സ്നേഹം വരണം. നമുക്ക് ഏതെങ്കിലും ഒരു സെക്കൻഡ് നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ള നന്ദി ഇല്ലാത്തൊരു സമയം നമുക്ക് തോന്നുമോ? പിന്നെ ഇത് ആരോടാ പറയുന്നത്? ലുക്മാൻ അലൈഹി ഇസ്ലാം തന്റെ കുഞ്ഞിനോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത് എന്നുള്ള, മാതാപിതാക്കളോട് നന്ദി കാണിക്കണം, അള്ളാഹിനോട് മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്ന് കുഞ്ഞിനോട് പറയാൻ പറയാണ്. അത് അതിന്റെ കാരണം അള്ളാഹ് നമുക്ക് വിശദീകരിച്ചു തരാം. പക്ഷെ ലുക്മാൻ അലൈഹി ഇസ്ലാം കുഞ്ഞിനോട് പറയല്ലത്. പക്ഷെ അതിന്റെ അവസാനത്ത് മാത്രമാണ് ലുക്മാൻ അലൈഹി ഇസ്ലാം കുഞ്ഞിനോട് പറയുന്നത്, നിന്റെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ നിന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുന്നു. എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. നിനക്ക് യാതൊരു അറിവുമില്ലാതെ വല്ലതിനെയും എന്നോട് നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങുന്നവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക. പിന്നെ എന്റെ അടുത്തേക്കാകുന്ന നിങ്ങളുടെ മടക്കം, അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി ഞാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നവനാണ്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോടും പങ്കു ചേർക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. അതിനുശേഷം മാതാപിതാക്കളെ അനുസരിക്കണം. മാതാപിതാക്കളോട് അനുസരണമാണുള്ളത്. അള്ളാഹുവിനോട് എന്താ വേണ്ടത്? അള്ളാഹുലേക്കുള്ള അടിമത്തമാണ് നമുക്ക് വേണ്ടത്. മാതാപിതാക്കളെ അനുസരണമാണ് വേണ്ടത്. അതായത് മാതാപിതാക്കൾ നമ്മളോട് എങ്ങനെയാണോ അവർ നമ്മളെ നോക്കി വളർത്തിയത് അവർക്ക് തിരിച്ചതിനുള്ള ഇത് നമ്മൾ ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കണം. കാരണം നാളെ പരലോകത്ത് അവരുമായിട്ടുള്ള ബന്ധമൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം മാത്രമേ നാളെ പരലോകത്തുള്ളൂ. ദുനിയാവിൽ വെച്ച് മാത്രമേ നമുക്ക് കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് അവർക്ക് തിരിച്ച് ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ അതിന്റെ എത്രയിരട്ടി കൊടുത്താലും അത് മതിയാവില്ല എന്ന. ഒരു പിതാവ് ഒരു അടിമയായിട്ട് ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ പിതാവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുന്നത് വരെ അവന്റെ ഇത് കഴിയില്ല എന്ന്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അറിയാലോ, ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടികൾ കൊടുത്താലേ അടിമയെ മോചിപ്പിച്ച് കിട്ടുള്ളൂ. ഒരു അടിമനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ കൊടുക്കണം. ഓക്കെ, അപ്പം ഒരു മകന് ആ വാപ്പ അടിമയാണെങ്കിൽ അടിമത്തത്തിൽ നിന്ന് ആ പിതാവിനെ മോചിപ്പിക്കുന്നത് വരെ ആ മകന്റെ ഇത് കഴിയില്ല എന്നാണ്. അതായത് എല്ലാ സമ്പത്തും ചെലവഴിച്ചിട്ടായാലും വേണ്ടിയില്ല ഒരു പിതാവിനെ സംരക്ഷിക്കണം എന്നാണ്. ഓക്കെ, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു പരാതി പറയും, എന്റെ വാപ്പ ഇങ്ങനെ എന്റെ ഒക്കെ പിടിച്ചു വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിൽ പരാതി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിതാവിനെ വിളിക്കും. അപ്പൊ പിതാവ് ഒരു കവിത പോലെ പറയും ആ മകനെ ചെറുപ്പത്തിൽ വളർത്തിയതിനെ ഇതിനൊക്കെ കുറിച്ചിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകന്റെ അടുത്ത് നീങ്ങിയിട്ട് പറയും, നീ നിന്റെ മുഴുവൻ കാര്യങ്ങളും ആ പിതാവ് എടുത്താലും നിനക്ക് എന്തില്ല, നിനക്ക് തിരിച്ചു മറുപടി പറയാൻ പാടില്ല. കാരണം എന്താ, ആ പിതാവിന് അവകാശപ്പെട്ടതാണ് നീ. അതായത് നമ്മളെ കയ്യിലുള്ളത് മുഴുവനും മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചാലും അതെന്താവൂല, അതൊന്നും നമ്മുടെ കടമയിൽ നിന്ന് പുറത്തു പോകൂല എന്നാണ്. അത് കടമയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സക്കാത്ത് വീടൂല എന്ന് പോലും പല ഉലമാക്കളും പറഞ്ഞതിന്റെ കാരണം. മാതാപിതാക്കളെ നോക്കിക്കഴിഞ്ഞതിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, സക്കാത്തിലേക്ക് പോകുള്ളൂ എന്നാണ്. നോക്കാതെ ഒരു കൊല്ലം മുഴുവൻ നോക്കാതെ ഇരിക്കുക മാതാപിതാക്കളെ, എന്നിട്ട് സക്കാത്തിന്റെ ഇതിന്ന് ഒരു ചെറിയ സംഖ്യ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുക, അതല്ല സക്കാത്ത്. മാതാപിതാക്കളെ ഒരു കൊല്ലം മുഴുവൻ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങളെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കാം. അതുകൊണ്ടാണ് മാതാപിതാക്കളെ നോക്കുന്നത് എന്താണ്, കടമയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അതൊരിക്കലും എന്തല്ല, സക്കാത്ത് കൊടുക്കുന്ന സമൂഹമല്ല മാതാപിതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്റെ കുഞ്ഞുമകനെ തീർച്ചയായും അത് കാര്യം ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ട് അതൊരു പാറക്കല്ലിനുള്ളിൽ ആകാശങ്ങളിലെ ഭൂമിയിലെ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് നമ്മളത് കടുകുമണിയോളെ ഉള്ളൂ, നമുക്കത്
അത് ചിന്തിക്കാനും കൂടി കഴിയാത്തതാണ്. ഓക്കെ, എന്നിട്ട് നമ്മളത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചു. എന്നാലും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരുന്നതാണ്. അത് നമ്മുടെ മുന്നിൽ കാണിക്കപ്പെടുന്നതാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ കാണിക്കപ്പെടും. അപ്പം നമ്മള് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളോട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട കിതാബിലുള്ളതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മറ്റുള്ളവരിൽ നിന്നും നമ്മളിൽ നിന്നും മറയിട്ട് വെക്കുന്നു, ആരും കാണിക്കാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒരു സത്യവിശ്വാസിയോട് കാണിക്കുന്ന കാരുണ്യത്തിൽപ്പെട്ടതാണ്. നമ്മളെ തിന്മകളൊക്കെ ഉണ്ടാവും ഇതില്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരും കാണിക്കൂല. നമ്മളോട് പറയുന്നു, നമുക്ക് കാണിച്ചു തരും, ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്റെ എന്താണ് അള്ളാഹുലുള്ള വിശ്വാസവും അള്ളാഹുവിനെ അനുസരിച്ചതും അത് വെച്ചിട്ട് എന്താക്കും, ബാക്കിയൊക്കെ തിന്മകളെയും നമ്മളെ തുലാസിൽ നിന്ന് മായ്ച്ചു കളയുന്ന. തുലാസിന്റെ ഇത് വെക്കുമ്പം പിന്നെ ഷിർക്ക് ചെയ്യാത്തിടത്തോളം കാലം ബാക്കിയൊക്കെ എല്ലാ തിന്മകളും എന്താവും, ബാക്കി എല്ലാ തിന്മകളും ഇല്ലാതാവും. ഷിർക്ക് ചെയ്താൽ എന്താവും, ബാക്കി എല്ലാ തിന്മകളും അതിനെ ടോപ്പപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഷിർക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. മക്കൾക്ക് നല്ല തൗഹീദ് പഠിപ്പിക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ആ ഹയസ്റ്റ് ലെവൽ പഠിപ്പിക്കണം. കാരണം നാളെ അവര് നമ്മൾക്കെതിരെ തിരിയാതിരിക്കാൻ, പരലോകത്ത് നമുക്കെതിരെ തിരിയാതിരിക്കാൻ നമ്മൾ നല്ലപോലെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മക്കളെ പഠിപ്പിക്കണം. തൗഹീദ് അള്ളാഹുലും അവന്റെ റസൂലിലും ഒന്നിനും നമ്മൾ ചേർക്കാൻ പാടില്ല. അള്ളാഹുല് പങ്കു ചേർക്കാനേ പാടില്ല. അതെന്താണ്, അത് വലിയ അക്രമമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് ഒരു കൊലപാതകത്തിനേക്കാളും വലിയ അക്രമമാണ്, ഒരു കൊലപാതകം ചെയ്യുന്നതിനേക്കാളും വലിയ അക്രമമാണ്. കാരണം എന്താ, നമ്മളെ സൃഷ്ടിച്ചവനോട് നമുക്കുള്ള ആ കടമ അതിന്റെ ഹയസ്റ്റ് ലെവൽ നമ്മൾ കാണിച്ചിരിക്കണം. നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കാനുള്ള നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ളത് എത്ര നമ്മൾ കാണിക്കണം. നമ്മൾ 3 വർഷം നോക്കിയ നമ്മുടെ മാതാപിതാക്കളോട് അവള് അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഗർഭം ചുമന്നത്, അവൾ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് നിനക്ക് പാല് തന്നത്, അതുകൊണ്ട് അവളോട് നീ കാരുണ്യം കാണിക്കണം എന്ന് അള്ളാഹ് നമ്മളോട് പറയാണ്. അപ്പൊ ആ സൃഷ്ടിച്ച അള്ളാഹിനോടുള്ള എത്ര കാരുണ്യം നമ്മൾ കാണിക്കണം, അള്ളാഹിനെ എത്ര നമ്മൾ സ്നേഹിക്കണം, അള്ളാഹിനെ എത്ര നമ്മൾ ഉയർത്തണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും ഒരു കടുകുമണി പോലും നമ്മുടെ ഉള്ളിൽ എന്ത് വരാൻ പാടില്ല, അഹങ്കാരം വരാൻ പാടില്ല, അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കലും വരാൻ പാടില്ല. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, എന്റെ കുഞ്ഞു മകനെ, അതായത് ലുക്മാൻ അലൈഹി സ്വലാം മകനോട് പറയാണ് പിന്നെ അടുത്തത്, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക. തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയണം. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മടിയിലിരുത്തിക്കൊണ്ട് നിങ്ങൾ അവരോട് ഉപദേശിച്ചാല് അവര് നന്നായിട്ട് അനുസരിക്കും. കുഞ്ഞുങ്ങളോട് നിങ്ങൾ മാന്യമായ രീതിയിൽ, മോനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യരുതല്ലോ, നിനക്ക് അറിയില്ലേ, ഇത് ചെയ്ത തെറ്റല്ലേ, ഇങ്ങനെ നിങ്ങൾ ഉപദേശിച്ചാല് കുട്ടികൾ വേഗം അനുസരിക്കും. എന്നാലും നിങ്ങൾ ഒച്ച വെച്ചിട്ട് അത് ചെയ്യലടാ, അങ്ങനെ ചെയ്യലടാ, ഇങ്ങോട്ട് ചെയ്യലടാ, അങ്ങോട്ട് പോകലടാ, ഇങ്ങോട്ട്, കുട്ടികൾക്ക് മനസ്സിലാവേ ഇല്ല. അത് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കേണ്ടത് എന്താ, തർബിയത്ത് എങ്ങനെയെന്ന് വെച്ചാല് നമ്മുടെ കൂടെ ഇരുത്തിയിട്ട് അവർക്ക് മെല്ലെ പതുക്കെ പറഞ്ഞു കൊടുക്കുക. ആളുകളെ മുമ്പിൽ വെച്ച് അപമാനിച്ചുകൊണ്ടും കുട്ടികളെ ഒച്ച വെച്ചുകൊണ്ടല്ല അവർക്ക് തർബിയത്ത് കൊടുക്കേണ്ടത്. അതെല്ലാം മാതാപിതാക്കളും പഠിക്കണം. കാരണം എങ്ങനെയാണോ ലുക്മാൻ അലൈഹി ഇസ്ലാം മകനെ വിളിച്ചത്, കുഞ്ഞു മകനെ എന്ന് വിളിച്ചിട്ട് എങ്ങനെയാണോ ഉപദേശിച്ചത്, അതുപോലെ വേണം മക്കളോട് പറയാനെന്ന്. മക്കൾ അങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്. മക്കൾ കേൾക്കും ചെയ്യുന്നു. നിങ്ങൾ ഇന്ന് മുതലൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ. നിങ്ങളിങ്ങനെ ഒച്ച വെച്ച് നിങ്ങൾ അത് ഇത് ചെയ്യുന്ന പറയുന്നതിന് പകരം ആ കുഞ്ഞിന്റെ കൂടെ ഇരുന്നിട്ട് മെല്ലെ സാവധാനത്തില്, ഇങ്ങനല്ലേ, അതല്ലേ സത്യം, ഇതല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, നീ അവന് കാട്ടിയത് അത് ചെയ്യാൻ പാടുള്ളതായിരുന്നോ, അത് തെറ്റായില്ലേ, ആ കുഞ്ഞിന് വേദന ആയില്ലേ, നോക്ക് അവനക്ക് വേദനായി, ഇനി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഉമ്മന്റെ കുട്ടി അങ്ങനെ ചെയ്യരുത് ട്ടോ. ഇങ്ങനെ നിങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ എല്ലാ മക്കളും അതനുസരിക്കും. നിങ്ങൾ ഉപദേശിക്കുന്ന രീതി തെറ്റായത് കൊണ്ടാണ് കുട്ടികൾ എന്താക്കുന്നത്, കുട്ടികൾ തിരിച്ച് നിങ്ങളോട് മറുപടി, നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെയാണ് അവരിങ്ങോട്ട് പ്രതികരിക്കുന്നത്. എടാന്ന് വിളിക്കുമ്പോൾ അവരും അതേ ശബ്ദത്തിൽ തന്നെ ഇങ്ങോട്ട് പറയും. കാരണം നിങ്ങൾ ഉപദേശിക്കുന്ന രീതി തെറ്റായത് കൊണ്ടാണ് മക്കൾ നിങ്ങൾക്ക് എതിരെ തിരിയുന്നത്. പല മാതാപിതാക്കളും പറയുന്ന ഒരു പരാതിയാണ്, മക്കള് അനുസരിക്കുന്നില്ല, മക്കള് കേൾക്കുന്നില്ല. നമ്മൾ ഉപദേശിക്കുന്ന രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല ലുക്മാൻ അലൈഹി ഇസ്ലാമിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ഒരു ദിവസം നിങ്ങൾ ചെയ്തു നോക്കി, നിങ്ങൾക്ക് നല്ല മാറ്റം കാണും മക്കളിൽ. മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശത്തിൽ പെട്ടതാണ് ഏറ്റവും മാന്യമായിട്ട്
എന്താ പറയാ, സ്നേഹത്തോട് കൂടി വേണം കുട്ടികളെ ഉപദേശിക്കാൻ. അല്ലാതെ അവരെ ഒച്ച വെച്ചിട്ടും അവരെ അടിച്ചിട്ടും അവരെ കുത്തിയിട്ടും അവരെ നോവിച്ചിട്ടും അല്ല അവർക്ക് ഉപദേശം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് മക്കൾ തിരിച്ചു അതേപോലെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എന്താണോ കൊടുത്തത് അത് അതേപോലെ തിരിച്ചു മടക്കുന്നതും അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമസ്കാരം മുറ പോലെ നിർവഹിക്കാൻ ലുക്മാൻ അലൈഹി ഇസ്ലാം കുഞ്ഞിന് ഉപദേശം കൊടുത്തു. അടുത്ത എന്താ, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ വിലക്കുകയും ചെയ്യണം. നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ നീ ക്ഷമിക്കുകയും ചെയ്യണം. നമുക്കൊരു പ്രയാസം, കുഞ്ഞ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി, ഒരാളായിട്ട് എന്തെങ്കിലും കുട്ടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി, നമ്മള് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കരുത് പോയിട്ട് തിരിച്ചു കൊടുക്കടാന്ന് പറയരുത്. നമ്മൾ എന്താ പറഞ്ഞത്, ക്ഷമ കാണിക്കണം. സാരമില്ല, അത് പോട്ടെ, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് അങ്ങനെയാണ് ഉപദേശം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാല്, ഈ കുഞ്ഞ് വളർന്നു വലുതായാൽ തിരിച്ച് മറുപടി കൊടുക്കാതെ തിരിച്ച് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അവനക്ക് സമാധാനം കിട്ടില്ല. കാരണം എവിടുന്ന ഉപദേശം കിട്ടിയത്? അവന്റെ ഉമ്മവാപ്പന്മാരുടെ അടുത്ത് നിന്ന്. ആ ഉപദേശത്തിന്റെ അത് അവനെ പഠിച്ചു കഴിഞ്ഞു. ഇനി അവനക്ക് അത് മാറ്റാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനക്ക് സമാധാനം കിട്ടില്ല. അവന്റെ ഹൃദയം ഇങ്ങനെ കിടന്ന് പടച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, അവനക്ക് ചെറുപ്പത്തിൽ കിട്ടിയ തർബിയത്ത് അതായിരുന്നു. അതേസമയം അവിടെ ക്ഷമിച്ചേക്ക്, വിട്ടേക്ക്, പോട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കുഞ്ഞിനെ ഉപദേശിച്ചിരുന്നെന്നുണ്ടെങ്കിൽ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോഴും അതിനങ്ങനെ അവർ നിസ്സാരമായിട്ട് കാണാൻ ആ കുഞ്ഞ് പഠിക്കുമായിരുന്നു. ഇത് ഉമ്മാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വാപ്പാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന തർബിയത്ത് തെറ്റിയത് കൊണ്ടാണ് ആ കുഞ്ഞിന് പിന്നീട് വളർന്നു വലുതായാലും അത് മനസ്സിൽ നിന്ന് അവനക്ക് ആ സ്വഭാവത്തെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട്. ആ സ്വഭാവത്തെ ഇനി മാറ്റാൻ പറ്റൂല. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ കൊടുത്ത തർബിയത്തിൽ നിന്നല്ലാതെ മക്കൾക്ക് ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കണ്ട. എത്രയോ ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കുമ്പോൾ പറയും അത് അവന് മാറിക്കോളും അല്ലെ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കാണിക്കുന്ന തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിന് പറയുമ്പോൾ പറയും അത് കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും, അതൊക്കെ മാറും. ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ ഏതെങ്കിലും ഒരു ഭാര്യയുടെ സ്വഭാവം അതിനുശേഷം മാറിയിട്ടുണ്ടോ? ഇല്ല. എന്താണോ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തത് അത് തന്നെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ അത് തന്നെ ചെയ്യാനും കഴിയുള്ളൂ. അത് ഒരാളെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. ഒരു ഭാര്യ ഭർത്താവിനെ എത്ര തന്നെ ഉപദേശിച്ചാലും, ഭർത്താവ് ഭാര്യനെ എത്ര തന്നെ ഉപദേശിച്ചാലും ആ സ്വഭാവത്തിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയില്ല. അത് ചെറുപ്പത്തിലെ തർബിയത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന തർബിയത്തിൽ പെട്ടത് മക്കളെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ക്ഷമിക്കാനും ഒക്കെ പഠിപ്പിക്കുക. അടി കിട്ടി എന്ന് കാണുമ്പോൾ തന്നെ ആ തിരിച്ചു കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ഉമ്മയോ വാപ്പയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്ര വലുതായാലും അത് തിരിച്ചു കൊടുത്തിട്ടേ അവൻ വരുള്ളൂ. എന്നാ അതിനൊന്ന് ക്ഷമിച്ചേക്ക്, സാരില്ല, പോട്ടെ. അവന്റെ വിവാഹ ജീവിതത്തിലും ആ ക്ഷമ അവന് കാണിക്കും. അല്ലെങ്കിൽ അവനക്ക് വിവാഹ ജീവിതത്തിൽ വരെ ക്ഷമ കിട്ടൂല. അതുകൊണ്ടാണ് സ്ത്രീകൾ അടിക്കുന്നതും സ്ത്രീകളോട് ഉപദ്രവിക്കുന്നതും ഒക്കെ പുരുഷന്മാർ ചെയ്യുന്നത് ചെറുപ്പത്തിൽ ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ പഠിപ്പിച്ചുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിഷമത്തിൽ ക്ഷമിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ പറയുന്നത്. തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടത് എത്രയത്. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. അഹങ്കാരം മനുഷ്യരോട് കാണിക്കാൻ പാടില്ല എന്ന്. എപ്പോഴും എന്ത് ചെയ്യുക, എപ്പോഴും വിനയത്തോടു കൂടി ആളുകളോട് സംസാരിക്കുക. ആളുകളുടെ മുന്നിൽ നമ്മൾ അഹങ്കാരം കാണിക്കരുത് എന്നാണ്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഓക്കെ, പൊങ്ങച്ചം കാണിച്ച് നടക്കരുത്. അതുപോലെ തന്നെ അഹങ്കാരം കാണിക്കരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനും. പൊങ്ങച്ചം കാണിക്കൽ അറിയാലോ, ദുരഭിമാനി അറിയാലോ. രണ്ടും എന്താണ്, ആളുകളെ മുന്നിൽ അപമാനിക്കപ്പെടുന്ന സ്വഭാവമാണ്. ആളുകൾ പിന്നിൽ നിന്ന് നമ്മളെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. നമ്മൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലിന് ആളുകൾ മുഴുവനും പിന്നിൽ നിന്ന് ചിരിക്കുന്നുണ്ടാവും. എന്നാൽ ആ ദുരഭിമാനിക്കും അതുപോലെ പൊങ്ങച്ചക്കാരനും അതെന്താവൂല, അത് മനസ്സിലാവൂല. അവനെന്താണ്, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അവനെ. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് വാനലോകത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിളിച്ചു പറയുന്നു, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവനെ മലക്കുകളും ഇഷ്ടപ്പെടുന്നു, മലക്കുകളും വിളിച്ചു പറയുന്നു. അതോട് കൂടിയിട്ട് ഭൂമിയിലുള്ള സകല മനുഷ്യരും അവനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് സ്നേഹം കിട്ടുന്നത്. ഒരാളടുത്ത് നിന്ന് നമ്മളൊരാൾ അംഗീകരിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ വിലവെക്കുന്നതൊക്കെ നമ്മളെ ഭൂമിയിൽ നമ്മുടെ കഴിവ് കൊണ്ട് സംഭവിക്കുന്നതല്ല. അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടുന്നത് കൊണ്ട് ഭൂമിയിലുള്ളവർ അത് തൃപ്തിപ്പെടുന്നതാണ്. എന്നാൽ അള്ളാഹ് ഒരാളെ തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ളവരും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ നമ്മളെ കളിയാക്കുകയും നമ്മളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഭൂമിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്,
അവൻ ഇന്നെ കാണിച്ചു, ഇവൻ എന്നെ കാണിച്ചു, അവൻ എന്നോട് കാട്ടി, ഇവൻ എന്നോട് കാണിച്ചു. ആരും കാട്ടിയിട്ടില്ല. നമ്മൾ അള്ളാനെ തൃപ്തിപ്പെടുത്താത്തതുകൊണ്ടാണ് ഇത് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് അഭയം തേടുകയും അള്ളാഹിനോട് ഇന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ദുആ ചെയ്യുകയും അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് ഭൂമിയിലുള്ള സകല മനുഷ്യരും നമ്മളെ തൃപ്തിപ്പെടും. നിങ്ങൾ ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഒരാളെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഭർത്താക്കന്മാരെ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഉള്ള ഉപദേശമാണ്. നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂമിയിലുള്ളവരെ നിങ്ങളെ തൃപ്തിപ്പെടുത്തും. അത് അള്ളാഹ് തന്ന വാഗ്ദാനമാണ്. ഭൂമിയിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. ക്രിയേറ്ററിനെ തൃപ്തിപ്പെടുത്താതെ നിങ്ങൾ ഭൂമിയിലുള്ളവരെ ആരെ തൃപ്തിപ്പെടുത്തിയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് തൃപ്തി കിട്ടൂല. ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടന്നാൽ ജനങ്ങൾ ആരും നന്നാവില്ല. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ അള്ളാഹ് വാനലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും നമ്മളെ തൃപ്തിപ്പെടും. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുകയും നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക. തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദം അത്രേ. നമ്മൾ ശബ്ദം ഉയർത്തി ഒച്ച വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വഴക്കാളിയാവുക എന്നൊക്കെ പറയുന്നത് അത് കഴുതന്റെ ശബ്ദത്തിനോട് അള്ളാഹ് സുബ്ഹാനഹു തആല ഉപമിച്ചിരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശബ്ദത്തെ താഴ്ത്തണം. അതുപോലെ തന്നെ നടത്തത്തിൽ മിതത്വം കഴിക്കണം. എപ്പോഴും നമുക്ക് ഞാനടക്കം നടത്തത്തിൽ വേഗത കൂടും, ഭയങ്കര സ്പീഡിൽ അറിയാതെ സംഭവിച്ചു പോയത് ചെറുപ്പത്തിൽ സംഭവിച്ചതാണ്. അതിപ്പോഴും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ അതിനെ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാൻ കഴിയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മക്കൾക്കൊക്കെ കൊടുക്കുമ്പം മക്കളെ നടത്തത്തിലും ഒക്കെ നമ്മൾ അവരെ ഉപദേശിക്കണം. അങ്ങനെ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടുക, സ്പീഡ് വാക്കുക, അതുപോലെ തന്നെ പിന്നെ ശബ്ദം ഉയർത്തി ഇതാക്കുക, അതൊക്കെ മക്കൾക്ക് എന്ത് കൊടുക്കണം? തർബിയത്ത് കൊടുക്കണം എന്നാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഒക്കെ ഇത്രയാണ് ഇതില് ലുക്മാൻ അലി ഇസ്ലാം മകന് കൊടുക്കുന്ന ഉപദേശത്തിൽപ്പെട്ടത്. ഇത് നമ്മളും പഠിക്കണം, എഴുതി വെച്ച് പഠിക്കണം. മക്കൾക്ക് കൊടുക്കാനുള്ള ഉപദേശമായിട്ട് നമ്മൾ എഴുതി വെച്ച് ഓരോന്നോരോന്ന് മക്കൾക്ക് തർബിയത്ത് കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. ചെറിയ മക്കളുള്ള മാതാപിതാക്കൾ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ക്ലാസ് ആണ്. അവര് മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്ത് എന്താണെന്നുള്ളത് അവരെ പഠിപ്പിക്കുന്നു. കുറച്ച് വലുതായ മക്കളുള്ള മാതാപിതാക്കൾക്ക് അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റും, പലതും നിങ്ങൾക്ക് നിങ്ങളുടെ കൈവിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദീന് പഠിക്കുമ്പം ഏറ്റവും ആദ്യത്തില് നമ്മൾ പഠിക്കുന്ന ദീനാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. കുറേ കഴിഞ്ഞിട്ട് നമുക്ക് അറിവ് കിട്ടും, പക്ഷെ അപ്പോഴേക്കും നമ്മളെ മക്കളൊക്കെ വളർന്ന് വലുതായിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചു മടങ്ങാനും പറ്റൂല. അവരിൽ നിന്നുള്ള എല്ലാ ദുൽമും നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. നമ്മൾ പ്രയാസമായിക്കൊണ്ട് ദീന് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കത് ജീവിതത്തിൽ പകർത്താൻ കഴിയാതെ ഇരിക്കുന്നവരായിരിക്കും മിക്കവാറും ആളുകൾ. കാരണം സമയം കഴിഞ്ഞുപോയി, മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ദീന് ലഭിച്ചവര് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താലും മതിയാവില്ല. കാരണം എന്താണ്? നമുക്ക് അത് കർമ്മമാക്കാനുള്ള അവസരം കൂടി അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. നമുക്ക് ദീന് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതൊരു കർമ്മമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും കൂടി കഴിഞ്ഞു. ചിലവർക്ക് ദീന് കിട്ടും, പക്ഷെ അത് കർമ്മമാക്കാൻ പറ്റൂല. കാരണം എന്താ? സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പ്രായമായിട്ടൊക്കെ ദീന് കിട്ടിയ ആളുകളുടെ അവസ്ഥയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായിട്ട് ദീന് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒക്കെ ഉള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നിങ്ങള് ഉമ്മമാര്, അതായത് പ്രസവത്തിന്റെ മുമ്പ് നിങ്ങൾ പഠിക്കേണ്ട സൂറത്താണ് ഇത്. ലുക്മാൻ അലൈഹി ഇസ്ലാം മകന് കൊടുക്കുന്ന ഉപദേശത്തിന്റെ സൂറത്ത്. ഇത് പഠിച്ചു കഴിഞ്ഞാല് നമ്മളെ പ്രസവിച്ച ഡേ 1 മുതൽ നമുക്ക് ഇതനുസരിച്ച് മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ പറ്റും. കുട്ടികളെ അടിക്കുക, കുട്ടികളെ ചീത്ത പറയുക, കുട്ടികളെ വഴക്കടിക്കുക, കുട്ടികളെ ആളുകളെ മുന്നിൽ അപമാനിക്കുക ഒന്നും ചെയ്യരുത്. അവർക്ക് അവരെ ഉമ്മ കൊടുത്ത് അവരോട് നൈസായിട്ട് സംസാരിച്ചാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. അത് ചെയ്യാതെ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ എന്താ പറയാ കതിരിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കുക എന്ന് പറയും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 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 വിളവായി കഴിഞ്ഞു, ഇനി അതിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്താ കാര്യം? അതിനൊന്നും പഴവർഗ്ഗങ്ങളൊന്നും കിട്ടൂല, കാരണം അതിന്റെ സമയം കഴിഞ്ഞു പോയി. അപ്പം ആ ഒരു അവസ്ഥയിലായിരിക്കും മിക്കവാറും ആളുകളായിട്ടുണ്ടാവുക. ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കണം. ചെറുപ്പത്തിൽ തന്നെ മക്കളെ ദീനനുസരിച്ച് വളർത്തി കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അവസാന സമയത്ത് ഷഹാദത്ത് പറഞ്ഞു തരാന് മക്കളുണ്ടാവും. അല്ലാത്തവര്
ഗൾഫ് കൺട്രീസിലും അവിടുത്തെ കൺട്രീസിലും ഇവിടുത്തെ കൺട്രീസിലൊക്കെ ആയിരിക്കും ഉമ്മാന്റെ മരണം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഖബറിങ്ങിൽ വന്നിട്ട് ദുആ ചെയ്തിട്ട് പോകുന്ന മകനായിട്ട് അത് മാറും, അല്ലെങ്കിൽ മകളായിട്ട് മാറും. കാരണം ഉമ്മാന്റെ സ്ഥാനം അല്ലെങ്കിൽ വാപ്പാന്റെ സ്ഥാനം തിരിച്ചറിയാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. അവരെ ജീവിതത്തില് ദുനിയാവിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടത്തോട് ഓട്ടമായിരുന്നു അവര്. കാരണം നിങ്ങൾ അതാണ് പഠിപ്പിച്ചത് അവർക്ക്. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്തോ അത് അവര് തിരിച്ചു തരികയാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ പ്രായമായി എന്നുള്ളതും നിങ്ങളെ നോക്കണം എന്നുള്ളതും ഒന്നും നിങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ഏറ്റവും വലിയ ജോലിയിലാവണം, ഏറ്റവും ഹയസ്റ്റ് ലെവലിലാവണം, ഇത്ര പൈസ സമ്പാദിക്കണം, ഇത്ര വലിയ വീട് വേണം, ബംഗ്ലാവ് വേണം, കാറ് വേണം. അപ്പൊ ആ ഹയസ്റ്റ് ലെവലിലേക്ക് അവർ പോയതാണ്. അപ്പം ഇന്ന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. പ്രായമായി ഇന്നെ നോക്കാൻ എൻ്റെ മകന് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള വോയിസ് ഇല്ല. കാരണം നിങ്ങൾ കൊടുത്തിട്ടില്ല അത്. ആ തർബീയത്ത് നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് മക്കൾ നിങ്ങൾക്ക് ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് വരാനും നേരമില്ല. കാരണം അവർക്ക് ജോലിയിൽ ഭയങ്കര ആ തിരക്കിന്റെ ഇടയിലൊന്നും വരാനും നേരമില്ലാതായി പോയി. അത് നമ്മൾ കൊടുത്ത തർബീയത്താണ്. അല്ലായിരുന്നുവെങ്കിൽ അതിനേക്കാളും വലുത് ഇതാണെന്ന് പറയാന് ബോസിന്റെ അടുത്ത് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് നമ്മളെ അടുത്തേക്ക് ഓടി വരാന് അവരെന്തായാലും അതിന് അവർക്ക് ആ ഒരു പവർ ഉണ്ടാവും. ആ ഒരു മനസ്സിന് ഒരു ഉറപ്പുണ്ടാവും. എന്റെ മാതാപിതാക്കളെ നോക്കാൻ എനിക്ക് പോയേ മതിയാവും. ബോസിന്റെ അടുത്ത് എന്ത് തന്നെ പറഞ്ഞിട്ടായാലും അവര് എക്സ്ക്യൂസ് പറഞ്ഞിട്ടായാലും അവർ ഓടി വരും. അല്ലാത്തവർക്ക് പറയാൻ വോയിസ് കിട്ടൂല. കാരണം ആ ജോലി പോകുമോ എന്നുള്ള പേടിയായിരിക്കും അവർക്ക്. കാരണം ദുനിയാവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് അവര് പൂർത്തീകരിച്ച് തരികയാണ് നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ ഇനിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളോട് തന്നെ പൊറുക്കലിനെ ചോദിക്കുക, അള്ളഹാനോടും പൊറുക്കലിനെ ചോദിക്കുക. അറിഞ്ഞുകൊണ്ട് അറിയാതെയോ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളഹാനോട് പൊറുക്കലിനെ ചോദിക്കുക. അള്ളാന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാനും പരലോകത്ത് ഇതൊരു തെറ്റായിട്ട് നമ്മളെ അള്ളാഹ് മുന്നിൽ നിർത്താതിരിക്കാൻ നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യാം. മക്കളുടെ കർമ്മങ്ങൾ വെച്ചിട്ട് നമ്മളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അള്ളഹാനോട് പൊറുക്കലിനെ ചോദിക്കുക. നമ്മളെ കർമ്മങ്ങൾ മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിൽ നാളെ പരലോകത്ത് എത്തിപ്പെടാതിരിക്കാൻ ദുആ ചെയ്യാം. സ്വർഗം കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഈ ദിവസങ്ങളിൽ അതൊക്കെ മനസ്സിൽ നമ്മൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ, തെറ്റുകൾ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. അള്ളഹാനോട് പൊറുക്കലിനെ ചോദിച്ച് ജീവിതത്തിലേക്ക് മടങ്ങുക. കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ പൊറുക്കലിനെ ചോദിക്കുകയും നമ്മളെ അള്ളാഹിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല നല്ല കർമ്മങ്ങളുമായിട്ട് മുന്നേറുക എന്നുള്ളത് മാത്രമേ അതിൽ ബാലൻസ് ഉള്ളൂ. പ്രായമായവരുടെ അടുത്താണ് പറയുന്നത്. പരാതികൾ പറഞ്ഞിരുന്നിട്ട് ഇനി ഒരിക്കലും കാര്യമില്ല. സമയം കഴിഞ്ഞു പോയി. അപ്പം സത്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ ജീവിതത്തിൽ ആ സത്യം മനസ്സിലാക്കുകയും ഇനി വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാൻ മക്കൾക്കൊക്കെ നല്ല തർബീയത്ത് കൊടുക്കാനും നല്ല ദീന് എത്തിച്ചു കൊടുക്കാനും അവരെ ഉപദേശിക്കുക. അത് മാത്രമേ നമുക്കിപ്പം ചെയ്യാനുള്ളൂ. കാരണം എനിക്ക് പറ്റിയ തെറ്റ് എൻ്റെ മക്കൾക്ക് വരാൻ പാടില്ല എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ അള്ളാഹുവിലുള്ള വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അള്ളാഹ് പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് വിടുതൽ വാങ്ങിക്കാനുള്ള ശക്തിയും മനസ്സിന് ഉറപ്പും ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം നല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പലിശയുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അത് വിശ്വാസത്തിന്റെ ഭാഗത്തിൽ പെട്ടതാണ്. പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ അറിയാതെ പറ്റിപ്പോയി, അന്ന് വീടെടുക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, അതൊക്കെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചാണ്. ചെറുപ്പത്തിൽ കൊടുക്കേണ്ട തർബിയത്ത് മക്കളിൽ എത്താതെ പോയത് കൊണ്ട് അവർക്ക് അതിന്റെ തെറ്റെന്താണെന്നുള്ള അതിന്റെ വലിപ്പം അറിയാത്തതുകൊണ്ട് സംഭവിച്ചത് പോയതാണ്. അപ്പം അവര് ചെയ്യുന്ന കർമ്മത്തിന്റെ ഒരു ഭാഗം എവിടെയാണ് എത്തിയത്? അവന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും അടുത്തത്. ചിലപ്പോൾ ഉമ്മയും വാപ്പയും എന്തും ചെയ്തിട്ടുണ്ടാവില്ല. ഒരിക്കലും ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല, പലിശയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മകന്റെ കർമ്മത്തിന്റെ ഒരു ഭാഗം എവിടെ എത്തിച്ചെന്നു? അതിന്റെ റൂട്ട് എവിടെ എത്തിയത്? മാതാപിതാക്കളുടെ അടുത്തേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുമ്പം ഈ അതിന്റെ ആ റൂട്ട് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു വളം ഇടുന്നത്, വെള്ളം ഒഴിക്കുന്നത് അതിന്റെ ആ ചെടി വളർന്ന് മരമായതിനു ശേഷം ആയാലുള്ള കുഴപ്പമാണത്. പിന്നെ നമ്മള് കുറെ ക്ലാസ്സുകൾ അയച്ചു കൊടുത്തിട്ടും കുറെ ഫോർവേഡഡ് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടും അവരത് വായിച്ചു. അങ്ങനെ ഒരു കാര്യമുണ്ട്, പലിശ പാടില്ല, ശരിയാണ്. പക്ഷെ എന്താ ചെയ്യാ? നമ്മള് ഇപ്പം കച്ചവടത്തിലൊക്കെ അതില്ലാതെ പറ്റൂലല്ലോ. പിന്നെ വീട് വെക്കാനിപ്പോ എന്താ ചെയ്യാ?
പിന്നെ വീടിങ്ങനെ ഇട്ടിടാൻ പറ്റൂലല്ലോ, മതില് കെട്ടി അവിടെ പിന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാവും. നാട്ടിൽ വരുമ്പോഴൊന്നും നിൽക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ലോൺ എടുത്തിട്ട് വേഗത്തിൽ തീർക്കാം. അവരൊക്കെ ആ ഒരു നിങ്ങൾ കൊടുക്കേണ്ട ബേസ്, അതായത് നിങ്ങൾ കൊടുക്കേണ്ട അടിത്തറ ശരിയാവാത്തതുകൊണ്ട് സംഭവിച്ചതാണ് അവർക്കത്. ഇന്ന് നിങ്ങൾ അതിനെ ഖേദിച്ചിട്ട് നിങ്ങളത് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. ഇനി വരാൻ പോകുന്ന തലമുറയെ രക്ഷപ്പെടുത്താന് നമ്മൾ നല്ല ഇൽമ മക്കൾക്ക് എത്തിച്ചു കൊടുക്കാന് നമ്മൾ പരമാവധി ശ്രമിക്കുക. ഏതെങ്കിലും മക്കൾക്കാണെങ്കിൽ പോലും, നിങ്ങളെ മക്കൾക്കാണെങ്കിലും പേരക്കുട്ടികൾക്കാണെങ്കിലും ഇൽമ കിട്ടണം എന്നുള്ളത് നിങ്ങൾ ശഠിക്കുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം തർക്കിക്കാൻ പറ്റുമോ അത്രത്തോളം തർക്കിക്കാം മക്കളടുത്ത്. പേരക്കുട്ടികൾക്കാണെങ്കിലും ഇൽമ കിട്ടിയേ മതിയാവും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തർക്കിച്ചാല് നിങ്ങൾക്ക് തന്നെയാണ് ഹയർ. കാരണം നിങ്ങൾ ചെയ്തൊരു തിന്മയെ നിങ്ങൾ മായ്ക്കാൻ ശ്രമിക്കുകയാണത്. നിങ്ങളടുത്ത് സംഭവിച്ചൊരു തിന്മ, ഒരു ഫാൾട്ട് നിങ്ങൾ തിരുത്താന് നിങ്ങൾ പരിശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിൽ അതാണ് വിചാരിക്കേണ്ടത്. നിങ്ങളെ നെയ്യത്ത് എപ്പോഴും ശരിയാക്കുക. നെയ്യത്ത് എന്താണ്? എനിക്ക് പറ്റിയ തെറ്റ് എൻ്റെ മകന് വരാൻ പാടില്ല. മകന് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാം. അതിനെന്താ വേണ്ടത്? പേരക്കുട്ടിനെയാണ് പഠിപ്പിക്കേണ്ടത്. പേരക്കുട്ടിക്ക് കിട്ടേണ്ട ആ അതപ്പ് കിട്ടിയാലേ ആ പേരക്കുട്ടി നാളെ മകനെതിരെ സംസാരിക്കാതിരിക്കുള്ളൂ. നമ്മളെ മക്കള് ചിലപ്പോൾ നമ്മൾക്കെതിരെ സംസാരിക്കും നാളെ പരലോകത്ത്. നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുക. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ദുആ ചെയ്യുക. നല്ല ദുആ ചെയ്യുക. കാരണം അത് സംഭവിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അവിടെ നിങ്ങള് എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് അള്ള മലക്കുകളും വന്ന് നിൽക്കും, ചോദ്യം ചെയ്യപ്പെടും. സൂര്യന് ഒരു ചാൺ മുകളിൽ വരും. അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് വരും, അത് സംഭവിക്കും. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണും. അത് സംഭവിച്ചേ മതിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا ذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله غنني بفضلك من سواك. ربي انزل مسلم بارك أنت خير المنزلين. الله سر ولا توسر وتمم بالخير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله أغنني بفضلك من سواك. يا غني الله أغنني بفضلك من سواك. يا غني الله أغنني بفضلك من سواك. ربي انزلني منزل مبارك أنت خير منزل. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وادني وعافني آمين يا رب العالمين. اللهم اغفر لي وتوب إلي إنك أنت التواب الرحيم. اللهم اغفر لي وتوب إلي إنك أنت التواب الرحيم. اللهم اغفر لي ذنوبي يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عنا. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, പരലോകത്തിൽ വിചാരണ ദിവസം അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. യാ റബ്ബർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവേ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉത്തമമായ അല്ലാഹു സ്വർഗം ലഭിക്കാനുള്ള കർമ്മങ്ങളായി നീ രേഖപ്പെടുത്തണമേ. യാ റബ്ബർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തിന്മകൾ
അള്ളാഹുവെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും അതിന്റെ പേരിൽ അള്ളാഹു തലമുറകളെ അള്ളാഹുയെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്ന് അള്ളാഹുവെ നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. യാ റഹ്മാൻ അള്ളാഹുയെ മക്കളെ അള്ളാഹുവെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവെ ഞങ്ങളെ അള്ളാഹുവെ അവർക്കെതിരായിട്ട് സാക്ഷി പറയുന്നവരാകുകയും അള്ളാഹു അവർ ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നവരാകുകയും ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവെ നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. യാ റഹ്മാൻ അള്ളാഹുവെ ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി പൂർത്തീകരിച്ച് തരണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ഹാഫിലിങ്ങളും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു മാപ്പ് നൽകണമേ. അള്ളാഹു അവരിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും അള്ളാഹുവെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവർ ഞങ്ങളെ അള്ളാഹുവെ ചെറുപ്പകാലത്ത് ഞങ്ങളെ പോറ്റി വളർത്തിയത് പകരമായി അള്ളാഹുവെ അവരുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവരോട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ കടമകളും അള്ളാഹുവെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു യാ റഹ്മാൻ അള്ളാഹു ഞങ്ങൾ പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ. അസുഖങ്ങൾ ബാധിച്ചവരുടെ എല്ലാ അസുഖങ്ങൾക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്നും ആപത്തുകളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ ഇണകളെയും അവരുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന് കുടുംബ ജീവിതത്തിന് വിധി കൂട്ടി കൊടുക്കണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. ഇണകളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ ഉന്നതമായ വിശാലമായ ഭവനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മത്ത് അല്ലാഹുവേ ഞങ്ങൾ മുസ്ലിം സമൂഹം നേരിടുന്ന ഇന്നത്തെ പ്രയാസത്തിൽ അല്ലാഹുവേ അവർക്ക് നീ സമാധാനം നൽകണമേ. അവർക്ക് ശക്തി പകരണമേ. അല്ലാഹുവേ ശത്രുക്കളിലേക്ക് തന്നെ നീ മടക്കണമേ. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവേ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹുവേ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുവേ സ്വർഗത്തിലെ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹു നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാൻ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവരുടെ ഉമ്മത്തിനോടൊപ്പം ഒന്നിച്ചു ചേരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ ഖബറിലെ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته. وعليكم السلام.